Hi all, welcome to my YouTube channel Juna's Corner. So, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. മാഞ്ചസ്റ്ററിൽ എപ്പോഴും മഴയാണേ. ഒന്നെങ്കിൽ ചെറിയ വെയിലായിരിക്കും, അല്ലെങ്കിൽ ഫുൾ മഴയായിരിക്കും. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആട്ടോ മാഞ്ചസ്റ്ററിൽ. സോ അവിടെയും മഴയൊക്കെയാണെന്നല്ല എപ്പോഴും അമ്മയൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട്. സോ മഴയൊക്കെ വേഗം കുറഞ്ഞ് നല്ല ഹാപ്പി ആവട്ടെ. സോ ഇന്ന് എന്താ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അന്നമോക്ക് 4 മാസമായിട്ടോ. അന്നമോക്ക് ഞാൻ എപ്പോഴും ഒരു കറക്റ്റ് ബെഡ് ടൈം റൊട്ടീൻ ഫോളോ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ 9 മണി ആകുമ്പോഴത്തേനും അന്നമോളെ കിടത്തി എങ്ങനെയാണേലും ഉറക്കിയിരിക്കും. അന്നമോളാണേലും ഇപ്പം നമ്മൾ കറക്റ്റ് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മളൊന്ന് ഒരു മടി കാണിച്ചു നോക്കി ഒരു ഇച്ചിരിയും കൂടെ ലേറ്റ് ആയിട്ട് ഉറങ്ങിയേക്കാം എന്ന് വിചാരിച്ചാലും ശരി, നമ്മുടെ അന്നമോള് കറക്റ്റ് 8:30 ആകുമ്പോഴേ ഗീങ്ങി വെച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇത് തുടങ്ങും. അന്നേരത്തേനും എങ്ങനെയാണ് ഞാൻ അവൾക്ക് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കറക്റ്റ് 9 മണിയാകുമ്പോൾ ഉറങ്ങും എന്നുള്ള രീതിയിലേക്ക് അവളെ എത്തിച്ചേന്ന് ഞാൻ നോക്കാവേ. ഓക്കേ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വൈകുന്നേരം ഇച്ചായൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടെ ഒന്നിച്ചിരുന്നാണ് കളിക്കുന്നതും ഒക്കെ. അല്ലാതെ ഞാൻ മാത്രമായിട്ട് കളിപ്പിക്കുമോ ഇച്ചായൻ മാത്രമായിട്ട് കളിപ്പിക്കുമോ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഒരു ഫാമിലി ടൈം അവൾക്ക് കൊടുക്കാൻ നോക്കൂ കേട്ടോ. ടിവിയും അങ്ങനത്തെയൊക്കെ ഒഴിവാക്കി അവളുടെ കൂടെ തന്നെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുകയും അങ്ങനെ ചെയ്യുന്നതൊക്കെ ഒത്തിരി നല്ല കേട്ടോ. അവർക്കൊരു ബോണ്ട് ഉണ്ടാവാനും അറ്റാച്ച്മെൻറ്റ് കൂടാനും അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുക. നമുക്കത് നന്നായിട്ട് അറിയാനും പറ്റും കേട്ടോ. നമ്മൾ 3 പേരും കൂടെ ഒന്നിച്ചിരുന്ന് കളിക്കുമ്പം അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുരിശ് വരയ്ക്കാൻ കയറും കേട്ടോ. കുരിശുവരയുടെ സമയത്താണെങ്കിലും ഞങ്ങളിങ്ങനെ കളിപ്പിക്കുകയോ ഒന്നുമില്ലായേ. ആ സമയത്ത് മടി വെച്ച് ജസ്റ്റ് കുരിശ് വരയ്ക്കാൻ വേണ്ടി നല്ല സീരിയസ് ആയിട്ട് തന്നെ ഇരുത്തു കേട്ടോ. അവർക്കതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണമല്ലോ. അല്ലാതെ നമ്മൾ കുരിശ് വരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്കും കളിപ്പിക്കാൻ പോകരുതല്ലോ. അതുകൊണ്ട് അവൾ ഉറങ്ങും ഒന്നും ചെയ്യുന്ന ആ ഉറക്കം വരുന്ന സമയമോ ഒന്നും അല്ലാത്തൊരു ടൈം നോക്കിയാണ് ഞങ്ങൾ എടുക്കുന്നത്. അവൾ ഫുൾ ആക്റ്റീവായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കുരിശ് വരയ്ക്കാനും നോക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അവളെ ബെഡ് ടൈം പ്രിപ്പറേഷന് വേണ്ടി കൊണ്ടുപോവുകയാണേ. ഞാൻ അന്നമ്മളോട് എപ്പോഴും ഒത്തിരി സംസാരിക്കും കേട്ടോ. ഈവൻ ഫീഡ് ചെയ്യുകയാണേലും ഞാനങ്ങനെ മൊബൈലൊന്നും നോക്കിയിരിക്കുകയൊന്നുമില്ലായേ. എപ്പോഴും അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അവൾ ഉറക്കം വന്നിരിക്കുമ്പോൾ എന്ന സമയത്താണ് ഞാൻ ഫീഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ മിണ്ടാതെ അനങ്ങാതിരിക്കുകയുള്ളൂ. അല്ലാത്ത സമയത്താണെങ്കിൽ ഞാൻ അവളോട് ഒത്തിരി വർത്തമാനം പറയും കേട്ടോ. അങ്ങനെ നാപ്പിയൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് ശുന്ദരിയാവണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അന്നമ്മക്ക് ഒരു ഇച്ചിരി ലോഷനൊക്കെ മേത്ത് തേച്ച് കൊടുക്കാൻ പോവാണേ. അവൾക്ക് ഉണ്ടായപ്പോൾ തൊട്ടേ ചെറുതായിട്ട് ചൂടുകുരുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ പ്രിഫർ ചെയ്താണ് ഞങ്ങൾക്ക് ഈ ലോഷൻ. ഇപ്പോൾ വന്ന് ഞാനും മിച്ചായനും എല്ലാവരും ഈ ലോഷൻ ഉപയോഗിക്കുന്നത്. ഭയങ്കര നല്ലതാട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഒട്ടും ഡ്രൈ ആവില്ല. എപ്പോഴും നല്ല മോയ്സ്ചറായിട്ട് കൊണ്ടു നടക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് തേക്കാൻ വേണ്ടിയിട്ട്. ഇതേ നോക്കി ആൾ എത്ര ഹാപ്പിയാണ്. ഇപ്പോൾ കമലാനും കൂടെ തുടങ്ങിയോണ്ട് ആളെ നേരെ കിടത്തി മുഖത്തും മേത്തൊക്കെ ഇച്ചിരി ലോഷനൊക്കെ തേക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാടുള്ള പരിപാടിയാട്ടോ. ആളടങ്ങി കിടക്കുകയേയില്ല. അങ്ങനെ ഞങ്ങളുടെ മേക്കപ്പ് സെഷനൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പയ്യെ ഉറങ്ങാൻ പോവാം കേട്ടോ. ഇനി അന്നമോളെ ഉറക്കാനായിട്ട് നൈറ്റാന്ന് അവൾക്ക് ഫീൽ ചെയ്യിപ്പിക്കണം. അതിനി എന്നാ ചെയ്യേണ്ടതെന്ന് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ചെയ്യുന്ന കർട്ടനൊക്കെ ക്ലോസ് ചെയ്ത് നൈറ്റ് ഏതാ ഡേ ഏതാന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കേ. ഡേ ആണെങ്കിൽ എപ്പോഴും നല്ല ലൈറ്റ് ഉണ്ടാവും, നൈറ്റ് ആണെങ്കിൽ നല്ല ഇരുട്ടാണ്, ഒരു വാം സെറ്റപ്പ് ആയിരിക്കും. അങ്ങനെ രീതിയിൽ ഞങ്ങൾ അവൾക്ക് കാണിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യണേ. സോ കർട്ടനൊക്കെ ക്ലോസ് ചെയ്ത് നമ്മുടെ ടേബിൾ ലാമ്പ് വാം ലൈറ്റ് മാത്രമാക്കി എപ്പോഴും ഇടുവേ. എപ്പോഴും ഒരേ പാറ്റേൺ ആട്ടോ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നൈറ്റ് ടൈമിൽ ഞാൻ ഒരിക്കലും വേറെ കളറൊന്നും ലൈറ്റൊന്നും പ്രിഫർ ചെയ്യില്ലായേ. ജസ്റ്റ് വാം ലൈറ്റ്, അതും ഡിമ്മായിട്ടുള്ള വാം ലൈറ്റ് കേട്ടോ. ഒത്തിരി ബ്രൈറ്റ് ലൈറ്റൊന്നും ഇടൂലായേ. അങ്ങനെ അവളെ ഫീഡ് ചെയ്ത് കറക്റ്റ് 9 മണിയായപ്പോഴത്തേനും ഉറക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. Thank you for watching. Please to subscribe, share and like my channel. Okay, bye. Say bye. വായിന്ന് കൈ എടുത്തിട്ട് ബൈ പഞ്ഞി. Bye.